ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്ന ഫോട്ടോഷോപ്പിനകത്ത് ജിഫ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് വരുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ക്രിസ്മസും അതുപോലെ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ക്രിസ്മസിനും അതുപോലെ ന്യൂ ഇയറിനൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മൾ വിഷസ് സെൻഡ് ചെയ്യാറുണ്ട്, അതായത് ജിഫ് ആനിമേഷൻസ്. അപ്പോൾ അതുപോലുള്ള ഒരു സിമ്പിൾ ജിഫ് ആനിമേഷനാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫോട്ടോഷോപ്പ് CS6 ആണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഇല്ലുസ്ട്രേറ്ററിനകത്ത് ഒരു ഡിസൈൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. freepik.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ആ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇതുപോലെയുള്ള വെക്ടർ ഫയലുകൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിസൈനകത്താണ് നമ്മൾ ജിഫ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഞാനിവിടെ ഓരോ എലമെൻസും ഡിഫറെൻറ്റ് ലെയറിനകത്താണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പം ടെക്സ്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലെയറിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഗ്ലോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലോ എല്ലാം ഞാൻ ഡിഫറെൻറ്റ് ലെയറിനകത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്നും ഓരോ ലെയറിനകത്താണ് കൊടുക്കേണ്ടത്. അതുപോലെ ഇവിടെ ഒരു വെക്ടർ ഡിസൈൻ ഉണ്ട്. നമ്മൾ ഇതും ഒരു ലെയറിനകത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നും ഓരോ ലെയറിനകത്താണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മറ്റൊരു ലെയറിനകത്ത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഫയലിനെ ഫോട്ടോഷോപ്പിനകത്തേക്ക് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫയലിൽ പോവാം. ഇവിടെ എക്സ്പോർട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഫയൽ നെയിം കൊടുക്കുന്നുണ്ട്. ഇവിടെ സേവ് ആസ് ടൈപ്പ് എന്നുള്ളിടത്ത് ഫോട്ടോഷോപ്പ് PSD ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം സേവ് കൊടുക്കാം. ഈ ഒരു ഡയലോഗ് ബോക്സിനകത്ത് നമുക്ക് കളർ മോഡ് RGB ആണ് വേണ്ടത്. അതുപോലെ റെസൊല്യൂഷൻ 150 മതി. നമുക്കിവിടെ ഫ്ലാറ്റ് ഇമേജ് അല്ല വേണ്ടത്, ലെയേഴ്സ് വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു റൈറ്റ് ലെയർ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ടൈപ്പ് ഒപ്റ്റിമൈസ്ഡ് തന്നെ ഇവിടെ കീപ്പ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫോട്ടോഷോപ്പിനകത്തേക്ക് ഒരു ഫയൽ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ പോവാം. ഇവിടെ PSD ഫയൽ വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന പോർഷൻ നമുക്ക് ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ആവശ്യമുള്ള പോർഷൻ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഗ്രൂപ്പായിട്ട് വന്നിട്ടുള്ള ലെയറിനെല്ലാം നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ലെയറിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഗ്രൂപ്പും സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ഗ്രൂപ്പിനെയും നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി ഇവിടെ താഴെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട്. ഇതിനെ നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ താഴെ ടൈം ലൈനിൽ പോവാം. ഇവിടെ ടൈം ലൈനിൽ നിങ്ങൾക്ക് ഫ്രെയിം കാണാം. അതുപോലെ തന്നെ ഈ ഒരു ടൈം ലൈൻ ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ ടൈം ലൈൻ ഓപ്ഷൻ കാണാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ആദ്യത്തെ ഒരു ഫ്രെയിമിനകത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒഴികെ എല്ലാ ലെയറിനെയും നമുക്ക് ഹൈഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ആദ്യത്തെ ഫ്രെയിമിനകത്ത് ബാക്ക്ഗ്രൗണ്ടിനെ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ ലെയറിനെയും ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഫ്രെയിമിനകത്തും അത് തന്നെ ഫോളോ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ലെയറിനെല്ലാം ഇനേബിൾ ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ ഫ്രെയിമിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഫ്രെയിമിനകത്ത് ഇവിടെ എല്ലാ ലെയറും കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ഫ്രെയിമിനകത്തുള്ള കുറച്ച് ലെയേഴ്സിനെ നമ്മൾ ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ ഹൈഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ലൈറ്റിന് ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഗ്ലോ 2നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്ന ഗ്ലോ 4 ഹൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ ഒന്നിടവിട്ടിട്ടുള്ള ലെയറിനെ എല്ലാം ഹൈഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഈ ഒരു ലെയറിനെ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതുപോലെ നമുക്ക് ഒന്നിടവിട്ടുള്ള ലെയറിനെ എല്ലാം ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഫ്രെയിമിനകത്ത് രണ്ടാമത്തെ ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വെക്ടർ ഫയലും അതുപോലെ കുറച്ച് ഗ്ലോയും ലൈറ്റൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും എടുക്കാം. ഇപ്പോൾ ഇവിടെ മൂന്നാമതൊരു ഫ്രെയിം വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഈ ലെയറിനകത്ത് ഡിസേബിൾ ആയിട്ടുള്ളതിനെല്ലാം നമ്മൾ എനേബിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനേബിൾ ആയിട്ടുള്ളതിനെല്ലാം നമ്മൾ ഡിസേബിളും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു വെക്ടർ ഫയലും അതുപോലെ തന്നെ ലൈറ്റും അതുപോലെ തന്നെ കീപ്പ് ചെയ്യണം. ഇനി നമ്മളിവിടെ ഗ്ലോ 1 ഡിസേബിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്ലോ 2 നമ്മൾ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇനിയുള്ള ലെയറിലെല്ലാം ഇനേബിൾ ആയിട്ടുള്ളതെല്ലാം നമുക്ക് ഡിസേബിൾ ചെയ്യാം. അതുപോലെ ഇവിടെ ഡിസേബിൾ ആയിട്ടുള്ളതിനെ എനേബിൾ ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ രണ്ടാമത്തെ ഫ്രെയിമിലും മൂന്നാമത്തെ ഫ്രെയിമിലും ഇവിടെ ലൈറ്റുകൾ മാറിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു വീണ്ടും മൂന്നാമത്തെ ഫ്രെയിമിൻ്റെ കോപ്പി എടുക്കാം. ഈ ഒരു ഫ്രെയിമിനകത്ത് നമുക്കിവിടെ ലൈറ്റിൻ്റെ ഗ്ലോ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അടുത്തടുത്തല്ലാത്ത മറ്റുള്ള ലെയറുകളെല്ലാം നമുക്ക് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്രെയിം 4-നകത്ത് നമ്മളിവിടെ ഓർഡർ ആയിട്ടൊന്നും അല്ല ലൈറ്റ് എനേബിൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ലൈറ്റുകൾ തെളിയുന്ന മാതിരി എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ വീണ്ടും ഇതിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രെയിമിനകത്ത് നമുക്ക് എല്ലാ ലെയറുകളും ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ എല്ലാ ലെയറും ഇനേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഫ്രെയിമിനകത്ത് നിന്ന് മറ്റ് ഫ്രെയിമിനകത്തോട്ട് പോകാനുള്ള ടൈം ഡ്യൂറേഷൻ നമുക്ക് 0.2 സെക്കൻഡ് കൊടുക്കാം. ഇവിടെ നമുക്ക് 0.2 തന്നെ കൊടുക്കാം. നമുക്ക് എല്ലാ ഫ്രെയിമിനകത്തും 0.2 സെക്കൻഡ് മതി. ഇനി നമുക്ക് ഇതിനൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു അനിമേഷൻ വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു സെക്കൻഡ് ഫ്രെയിമിന് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ടീൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ടീൻ ഓപ്ഷൻ മെനു വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നെക്സ്റ്റ് ഫ്രെയിം തന്നെ കീപ്പ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വന്നിട്ടുള്ള എത്ര ഫ്രെയിമാണ് നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടതെന്നാണ്. നമുക്കിവിടെ 2 തന്നെ കീപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് ലെയേഴ്സിനകത്ത് ഓൾ ലെയേഴ്സാണ് ടിക്ക് ചെയ്യേണ്ടത്. ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ടിക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ മറ്റ് 2 ടീൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു 5th ഫ്രെയിം സെലക്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഞാനൊരു ടീൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് എല്ലാം കീപ്പ് ചെയ്യാം. ഓക്കെ, പ്രസ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന 8th ഫ്രെയിമാണ്. ഇതിന് നമുക്ക് ടീൻ ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, പ്രസ് ചെയ്യാം. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് 11th ഫ്രെയിമാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു അനിമേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആനിമേഷൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ GIF ഫോർമാറ്റിലേക്കും അതുപോലെ വീഡിയോ ഫോർമാറ്റിലേക്കും ഒന്ന് സേവ് ചെയ്ത് നോക്കാം. നമ്മൾ ഫയലിൽ പോകുന്നുണ്ട്. ഇവിടുന്ന് സേവ് ഫോർ വെബാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രീസെറ്റിനകത്ത് ഇവിടെ GIF ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഓൾറെഡി GIF ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്കിത് തന്നെ കീപ്പ് ചെയ്യാവുന്നതാണ്. സേവ് കൊടുക്കാം. ഇവിടെ സേവ് കൊടുക്കാം. നിങ്ങളുടെ ഫോൾഡർ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഫയൽ നെയിം PSD എന്ന് തന്നെ കൊടുക്കാവുന്നതാണ്. ഞാൻ സേവ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ GIF ആയിട്ട് സേവ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ആനിമേഷനെ വീഡിയോ ഫോർമാറ്റിൽ സേവ് ചെയ്യാം. അതിനായിട്ട് വീണ്ടും ഫയലിൽ പോവാം. ഇവിടെ നമുക്ക് എക്സ്പോർട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. എക്സ്പോർട്ടിന് ശേഷം ഞാനിവിടെ റെൻഡർ വീഡിയോ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഫോർമാറ്റ് നമുക്ക് സെലക്ട് ആയിട്ടുള്ള ഫോർമാറ്റ് തന്നെ കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ പ്രീസെറ്റിനകത്ത് നമുക്ക് ഹൈ ക്വാളിറ്റി ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി അതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്ത് ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് റെൻഡർ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ സേവ് ചെയ്തിട്ടുള്ള വർക്കിനെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള GIF ആനിമേഷൻ. ഇതിന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അതുപോലെ ഞാൻ വീഡിയോനെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു ആനിമേഷൻ സിമ്പിളായിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ക്രിസ്മസിന് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസുകളും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.